ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് നമ്മുടെ റിവ്യൂ ആയിട്ട് എത്തിയിരിക്കുക. ഇന്ന് പറയാൻ പോകുന്ന മൂവി എന്ന് പറയുന്നത് മേ ഹോമോസ. ജംബു ജേക്കബ് സംവിധാനം ചെയ്ത് സുരേഷ് ഗോപി, പൂനം ബാജു, സൈജു കുറുപ്പ്, മേജർ രവി, സൃണ്ട, സലിം കുമാർ, ഹരീഷ് കണാരൻ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ മൂവിയിലൊരു പ്ലോട്ട് സ്റ്റോറിയായിട്ട് പറയുകയാണെങ്കിൽ, എല്ലാവരും മരിച്ചു എന്ന് വിചാരിക്കുന്ന ഒരു പട്ടാളക്കാരൻ അദ്ദേഹം ഒരു സന്ദർഭത്തിൽ തിരിച്ചു വരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സംഭവിക്കുന്നത്, അദ്ദേഹം നാട്ടിൽ എന്തൊക്കെ സംഭവിക്കുന്നു, പിന്നെ അദ്ദേഹത്തിന് ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യാൻ നടക്കുന്നു, അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ് മൂവി കഥ പറയുന്നത്. ഈ മൂവി ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിലുള്ള മൂവിയാണ്. നല്ല രീതിയിൽ മൂവിയുടെ കോമഡി നല്ല രീതിയിൽ വന്നിട്ടുള്ളതാണ് മെയിനായിട്ട് എടുത്ത് പറയേണ്ടത്. കോമഡി നിങ്ങൾക്ക് ഒരു രക്ഷയില്ല, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ചിരിക്കാൻ ആവശ്യത്തിൽ കൂടുതൽ ഇത് മൂവി സമ്മാനിക്കുന്നുണ്ട്. അതിപ്പോൾ മെയിനായിട്ട് പറയേണ്ടത് സുരേഷ് ഗോപി, ഹരീഷ് കണാരൻ കോംബോ തന്നെയാണ്. ഒരു രക്ഷയില്ല. ഹരീഷ് കണാരൻ്റെ കുറേ നാളിന് ശേഷം നല്ല റോളാണ് ഈ മൂവിയിൽ കാണാൻ സാധിച്ചത്. പിന്നെ പറയേണ്ടത് സുരേഷ് ഗോപി, അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടൊരു റോളാണ് മൂവിയിൽ കാണാൻ സാധിച്ചത്. അത് കോമഡിയൊക്കെ ഒരു രക്ഷയില്ല. ഇഷ്ടം പോലെ ചിരിക്കാനുണ്ട് മൂവിയിൽ. ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫിലും മൂവി കോമഡിയിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ സീരിയസ് സീനായാലും അതിനെ കോമഡിയിലാണ് അവസാനിപ്പിക്കുന്നത്. അങ്ങനെ ഒക്കെയാണ് മൂവി പോകുന്നത്. പിന്നെ മൂവി കൊള്ളാൻ തോന്നിയത് അഭിനയങ്ങൾ, അത് എടുത്തു പറയേണ്ടത് സൈജു കുറുപ്പുള്ളായിരുന്നു. പിന്നെ സുരേഷ് ഗോപിയുടെ കോമഡി രംഗങ്ങൾ, ഹരീഷ് കണാരൻ്റെ കോമഡി രംഗങ്ങൾ, അതൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എടുത്തു പറഞ്ഞ പാട്ടുകളില്ല, എന്നാൽ പോലും ഉള്ള പാട്ടുകളൊക്കെ ഒട്ടും പോറില്ല, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നല്ല രീതിയിലുള്ള പാട്ടുകളായിരുന്നു ഉള്ളത്. പിന്നെ പറയേണ്ടത് മൂവിയിലെ ഇതിനെക്കുറിച്ച് സ്റ്റോറി സെക്കൻഡ് ഹാഫിൽ, അതാണ് കുറച്ച് പോരായ്മകൾ തോന്നിയെക്കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത്. അതിലാദ്യമായിട്ട് പറയേണ്ടത്, ഫസ്റ്റ് ഹാഫ് നല്ല പേസിൽ കോമഡിയൊക്കെ ചാലിച്ച് നല്ല രീതിയിൽ സ്റ്റോറിയൊക്കെ ഒരു പറഞ്ഞു തുടങ്ങുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ സ്റ്റോറിയിലൂടെ നല്ല രീതിയിൽ കടക്കേണ്ട സമയത്ത് ഒത്തിരി എൻഗേജിങ് ആക്കാമായിരുന്നു. മീൻസ് എൻഗേജിങ് എന്നല്ല, സ്റ്റോറി മുന്നോട്ട് പോകുമ്പോൾ കുറേ നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലീഡ്സിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ആ ലീഡ്സിനെ അപ്പം തന്നെ അവിടെ അത് ക്ലോസ് ചെയ്യും. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകത്തില്ല. എന്നിട്ടൊരു മൂവി ഇന്ത്യയിൽ ഇരിക്കുന്ന ഒരു നോർമൽ, ഒരു ആവറേജ് എൻഡിങ്ങിലാണ്. ഇപ്പോൾ ഈ ലീഡ്സിലൂടെയൊക്കെ പോയിരുന്നെങ്കിൽ ഒത്തുകൂടെ പല ലീഡ്സൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്തൂടെയൊക്കെ പോയിരുന്നെങ്കിൽ ഒത്തുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എൻഡിങ് മൂവിക്ക് ഉണ്ടാകാമായിരുന്നു എന്നാണ് എനിക്കൊരു തോന്നൽ. പിന്നെ മൂവിക്ക് ഒത്തുകൂടെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എൻഡിങ് വേറെ രീതിയിൽ ഓൾട്ടർനേറ്റീവ് രീതിയിൽ കൊടുക്കാമായിരുന്നു. കാരണം മൂവിയുടെ ഒരു പ്ലോട്ട് നിങ്ങൾ കണ്ടല്ലോ, അദ്ദേഹത്തിന് ഐഡൻറ്റിറ്റി തെളിയിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാനൊരു നല്ലൊരു എൻഡിങ് ആണ് പ്രതീക്ഷിച്ചത്. പക്ഷേ നല്ലൊരു എൻഡിങ് അല്ലായിരുന്നു മൂവിക്കുള്ളത്. ഒത്തുകൂടി നന്നാകാമായിരുന്നു എന്ന് തോന്നി സ്ക്രിപ്റ്റ്. പിന്നെ പറയേണ്ടത് സെക്കൻഡ് ഹാഫിൽ വരുന്ന കുറച്ച് ക്യാരക്ടേഴ്സ്. ഇത് പറഞ്ഞ ക്യാരക്ടേഴ്സ് സിനിമ ഭയങ്കര യൂസ്ഫുൾ ആയെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടൊന്നും യൂസ്ഫുൾ ആയിട്ടില്ല. പക്ഷേ ആ ക്യാരക്ടേഴ്സ് വേണ്ടായിരുന്നു എന്ന് തോന്നി. ആ ക്യാരക്ടർ ഡബിങ്ങും അത്രയ്ക്ക് പോരായിരുന്നു. ചില മാസമായിട്ട് പറയുന്ന ചില ഡയലോഗ് ഭയങ്കര ക്രിഞ്ചി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത് ചിലടത്ത് അടിക്കുന്ന, ചിലടത്ത് നോർമലായിട്ട് പറയുന്ന കുറേ ഡയലോഗ്സ് ആയാലും, പിന്നെ കുറേ ക്രിഞ്ചി ആയിട്ട് പറയുന്ന കുറച്ചെടുത്ത മാസ് ഡയലോഗ് കുറച്ച് ക്രിഞ്ചി ആയിട്ട് തോന്നി. അതിപ്പോൾ ഡബിങ്ങിൻ്റെ പ്രശ്നമാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എന്നാലും ക്രിഞ്ചി ആയിട്ട് തോന്നി. അത് ആ സത്യം പറഞ്ഞ ക്യാരക്ടർ വേണ്ടായിരുന്നു. നല്ല അഭിനയങ്ങളൊക്കെ, അതായത് അഭിനയം ആ ക്യാരക്ടർ നൽകുന്നില്ല. നല്ലൊരു ഡയലോഗിൽ ഒരു ക്യാരക്ടർ നൽകുന്നില്ല. ഭയങ്കര ഇമ്പോർട്ടൻസ് ഒന്നും ക്യാരക്ടർ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ പറയേണ്ടത്, മൂവിയിൽ ചില ഇമ്പോർട്ടൻറ്റ് റോൾസ് ചിലവരൊക്കെ പറയുന്ന കുറച്ച് സുരേഷ് ഗോപി ആയാലും പറയുന്ന കുറച്ച് മാസിന് പറയുന്ന കുറച്ച് ഡയലോഗ്, അതും കുറച്ച് ബോറായിട്ട് തോന്നി. പക്ഷേ ഇതൊക്കെയാണ് മൂവിയിലെ പോരായ്മകളായിട്ട് പറയേണ്ടത്. പക്ഷെ ഓവറോൾ മൂവി ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ നല്ലൊരു മൂവി തന്നെയാണ്. കോമഡിക്ക് നല്ല പ്രാധാന്യം കൊടുത്ത് ആണ് മൂവി കഥ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബോറടിക്കാതെ അവസാനം വരെ മൂവി കണ്ടിരിക്കാൻ പറ്റും. ഒട്ടും ലാഗില്ല. പിന്നെ കോമഡി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ചിരിക്കുന്ന ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഞാൻ ഈ ഇടയിൽ കണ്ടതിൽ നല്ല ചിരിക്കാൻ പറ്റിയ മൂവി ഇത് തന്നെയാണ് ഓവറോൾ. അപ്പോൾ നിങ്ങൾ ഈ ഫാമിലിയായിട്ടൊക്കെ ഈ മൂവി പക്കയായിട്ട് പോയി കാണാം, ഒരു രക്ഷയില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കുറച്ച് പോരായ്മകൾ ഈ മൂവിയിലുണ്ട്. പക്ഷേ അതൊക്കെ
കഴിഞ്ഞാലും മൂവി കാണാൻ പറ്റിയൊരു മൂവിയാണ്, ഒരു വാച്ചബിൾ വണ്ണാണ്. അപ്പോൾ നിങ്ങൾ ഈ മൂവി കണ്ടിട്ടില്ലെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബിൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഞങ്ങളിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ്. താങ്ക് യു.